ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹിജാബിൻ്റെ വിവാദം ഇങ്ങനെ കത്തിപ്പടർന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേക്കുറിച്ചിട്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹിജാബിനെ കുറിച്ചിട്ട്. അപ്പോൾ എനിക്ക് പറയാൻ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ആ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങളല്ല ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. എനിക്ക് അറിയാത്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങൾ, നമുക്കറിയാത്ത പല കാര്യങ്ങളും മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളത് ഉൾക്കൊണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമ എല്ലാവരും കാണിക്കണം. അതായത് ഹിജാബിനെ കുറിച്ചിട്ടും അതുപോലെ ഉള്ള സംഭവങ്ങളെ കുറിച്ചിട്ടും ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നത് അവരിൽ പെടുന്ന ആളുകൾക്ക് തന്നെയാണ്, അല്ലേ? നമ്മൾക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്താ അറിയാവുന്നത്? നമുക്കധികം ഒന്നും അറിയില്ല. ഈ ഒരു സംഭവം പണ്ട് തൊട്ടേ ഇവർ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണെന്നാണ് നമുക്കറിയാവുന്നത്. പക്ഷേ അതേക്കുറിച്ചിട്ട്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് ഒക്കെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നത് എപ്പോഴും ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് തന്നെയായിരിക്കും. അപ്പോൾ ഒരു ഉസ്താദ് ഇതേക്കുറിച്ചിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. പള്ളുരുത്തി സംഗീത സ്കൂളിലെ വിഷയമാണ്. ഈ വിഷയത്തിൽ ഹിജാബും അതുപോലെ തന്നെ ഈ ഉത്തരീയവും അഥവാ നമ്മൾ ഹെഡ്സ്കാഫ് എന്ന് പറയുന്ന സാധനം രണ്ടാണ്. അല്ലെങ്കിൽ നിക്കാബ് അത് വേറെയാണ്. ഹിജാബ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായ മൂടുപടം നമ്മുടെ പർദ്ദ പോലെ ഉള്ളത്. നിക്കാബ് എന്ന് പറയുന്നത് മുഖം മറക്കുന്നത്. നേരെ വെച്ച് ഇവിടെ വിഷയം തലയിലിടുന്ന നമ്മൾ ഹെഡ്സ്കാഫ് എന്ന് പറയുന്ന സാധനമാണ്. ഹെഡ്സ്കാഫ് എന്നോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉത്തരീയം എന്ന് പറയുന്ന തട്ടമാണ്. ഒരു സ്കൂളിൻ്റെ നിയമം അനുസരിച്ച് ആ സ്കൂളിന് യൂണിഫോം നടപ്പാക്കാനുള്ള അധികാരമുണ്ട്. പല സ്കൂളിലും നടപ്പാക്കി വരുന്നുണ്ട്. സ്വാഭാവികമായും ഈ യൂണിഫോമിനെ തന്നെ എതിർക്കുന്ന ആളുകളുണ്ട്. അത് മനുഷ്യത്വ വിരുദ്ധമാണെന്നും വസ്ത്ര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്നും ഒക്കെ പറയുന്ന ആളുകളുണ്ട്. അത് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ചർച്ചയല്ല. മറിച്ച് സ്കൂളിൻ്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ സ്വാഭാവികമായി ഏത് സ്കൂളും ഉണ്ടാവും. പലരും അത് പരിശോധിച്ചു, മാധ്യമങ്ങളിൽ വന്നു. ഡയറിയിൽ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കണമെന്നാണ് സ്കൂൾ പറഞ്ഞത്. ആ ഡയറിയിൽ ഇങ്ങനെ തലയിൽ തട്ടമിടരുത് എന്ന് പറഞ്ഞിട്ടില്ല. സ്കൂളിൻ്റെ യൂണിഫോം കുട്ടികൾ ധരിക്കണം എന്ന നിർബന്ധമേ അതിൽ പറഞ്ഞുള്ളൂ. അതേസമയത്ത് ഇന്ന കളറിലുള്ള ഒരു ഹെഡ്സ്കാഫ് ധരിക്കണമെന്ന് പറയാൻ ആർക്കും അധികാരമുണ്ട്. കാരണം യൂണിഫോമിൽ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന കളറിലുള്ളതായിരിക്കണം നിങ്ങളെ തലയിൽ തട്ടമെന്ന് പറയാമെന്നല്ലാതെ അത് ധരിക്കരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ അവകാശത്തെ ഹനിക്കലായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഓരോ സമുദായത്തിനും അവരുടേതായ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. ആ ആചാരാനുഷ്ഠാനങ്ങളെ അനുവദിച്ചു കൊടുക്കുന്ന ഭരണഘടനാ രേഖയാണ് നമ്മുടെ ആർട്ടിക്കിൾ 25 വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പറ്റില്ല എന്ന് പറയാനാകില്ലല്ലോ. പക്ഷേ ഈ വിഷയം ഒരു വർഗീയമായി കാണേണ്ടതോ അതല്ലെങ്കിൽ കേരളത്തിൽ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ഒരു ഇലക്ഷനിലുള്ള ഒരു പോളറൈസേഷൻ ആരെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്നതാണെങ്കിൽ അതിലാരും വീണ് പോകരുത്. മറിച്ച് ഇത് മതവിശ്വാസികളുടെ അവകാശത്തെ ഹനിക്കുന്ന പ്രവർത്തനമായി തന്നെ നമുക്ക് കാണേണ്ടിയും വരും. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ പ്രതികരിച്ച ആളുകൾ നിങ്ങൾ പരിശോധിച്ചാൽ മുസ്ലിങ്ങളല്ല ആദ്യമായി ഇതിൽ പ്രതികരിക്കാൻ വന്ന ആളുകൾ. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും മുന്നിൽ നിന്നത് ദലിത് ആക്ടിവിസ്റ്റുകളാണ്. അവരോട് നമുക്ക് നന്ദിയുണ്ട്. അവർ ഇതൊരു ഭരണഘടനാ പ്രശ്നമായും ഒരു മതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായും കൃത്യമായി എടുത്തു ധരിച്ചുകൊണ്ട് സംസാരിക്കുകയും അവർ ഇടപെടുകയും ചെയ്തു. ആ ദലിത് ആക്ടിവിസ്റ്റുകൾ ഈ കാര്യം കൃത്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവരോട് നന്ദി പറയണം. മറ്റൊന്ന് യോഹന്നാസ് മാർ മിലിത്യോസ്. അദ്ദേഹം പലപ്പോഴും നീതിക്കൊപ്പം നിന്ന് ശബ്ദിച്ച ഒരു പ്രഗത്ഭനായ പാതിരിയാണ്. ക്രൈസ്തവ സഭയുടെ ഉന്നതനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു വിഭാഗത്തിന്റെ വ്യക്തിയാണെങ്കിലും അദ്ദേഹം പലപ്പോഴും നീതിക്കൊപ്പം നിന്ന് ശക്തമായി പൊരുതിയിട്ടുണ്ട്. അതിന്റെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്ക് കേട്ടാലും വളരെയധികം മനസ്സിലാവുന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വളരെ സൗമ്യമായ രീതിയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആർക്കും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ. അപ്പോൾ ഇദ്ദേഹം ഈ ഹിജാബ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹം പറയുന്ന വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടി നമുക്ക് കേട്ടിട്ട് വരാം. മറ്റൊന്ന് യോഹന്നാസ് മാർ മിലിത്യോസ്. അദ്ദേഹം പലപ്പോഴും നീതിക്കൊപ്പം നിന്ന് ശബ്ദിച്ച ഒരു പ്രഗത്ഭനായ പാതിരിയാണ്. ക്രൈസ്തവ സഭയുടെ ഉന്നതനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു വിഭാഗത്തിന്റെ വ്യക്തിയാണെങ്കിലും അദ്ദേഹം പലപ്പോഴും നീതിക്കൊപ്പം നിന്ന് ശക്തമായി പൊരുതിയിട്ടുണ്ട്. അതിന്റെ വാക്കുകൾ വളരെ മൂർച്ചയുള്ളതാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് ന്യായമാണ്. കാരണം അധ്യാപകർക്കില്ലാത്ത നിബന്ധന എന്തിന് കുട്ടികൾക്ക് കൽപ്പിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. മറ്റൊന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, ഇതുപോലെ ഹെസ്കാബ് ധരിച്ച അഥവാ തലയിൽ ശരിക്ക് ഒരു തട്ടമിട്ട മക്കന പോലെയുള്ള, മുസ്ലിങ്ങൾ പറയുന്ന ഈ മക്കന എന്ന് പറയുന്നത് പോലെ ഒരു സാധനമിട്ട ഒരു അധ്യാപികയാണ് ഈ കാര്യം മീഡിയകളോട് പറയുന്നതും കുട്ടികളോട് പറയുന്നതും രക്ഷിതാക്കളോട് പറയുന്നതും. അവരത് ധരിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം. അവർക്കത് ധരിക്കാം, പക്ഷേ കുട്ടികൾക്കതാവില്ല. ഇവിടെ നേരത്തെ ഇത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും വിവാദമായിട്ടുണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ ഗവൺമെന്റ് തന്നെ BJP ഗവൺമെന്റ് ഭരിച്ചിരുന്ന സമയത്ത് ഔദ്യോഗികമായി ആ ഗവൺമെന്റ് സ്കൂളുകളിൽ കുട്ടികൾ ഈ രീതിയിൽ തട്ടമിട്ട് വരരുത് എന്ന് പറഞ്ഞു. അത് ഹൈക്കോടതിയിൽ പോയി, പിന്നെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ജഡ്ജിമാർ രണ്ടഭിപ്രായങ്ങൾ പറഞ്ഞു. ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. നിയമജ്ഞരൊക്കെ പറയുന്നത് ഇത് മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ആർട്ടിക്കിൾ 25 അനുസരിച്ചുകൊണ്ട് അവർക്ക് അവരുടേതായ മതവിശ്വാസം കാത്തുസൂക്ഷിക്കാൻ അർഹതയുണ്ട് എന്നാണ്. ഇതിന്
ഒരു പ്രത്യേകമായ വ്യാഖ്യാനം കൂടി നമ്മൾ നൽകേണ്ടതുണ്ട്. കോടതി നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ, പൊതുസമൂഹത്തിന് അറിയാവുന്നതുപോലെ, എന്തെങ്കിലും ഒരാൾ ഒരു ഗുരുത്തക്കേട് കാണിച്ച് അല്ലെങ്കിൽ ഒരു നിയമം ലംഘിച്ച് അതിന്റെ മതത്തിന്റെ അവകാശമാണ് എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അതിനൊരിക്കലും അനുമതി കൊടുക്കാൻ പാടില്ല. ഓരോ വിഭാഗത്തിന്റെയും മതപരമായ പശ്ചാത്തലം വെച്ചുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാനൊന്നും ഇന്ത്യയിൽ അധികാരമില്ല. അതുകൊണ്ടാണ് ഈ വിഷയത്തെ കോടതി വ്യാഖ്യാനിച്ചുകൊണ്ട് ERP എന്ന് പറയുന്ന കൃത്യമായ ഒരു മാർഗ്ഗരേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഒരാൾക്ക് തന്റെ മതപരമായ വിശ്വാസാചാരങ്ങൾ നിലനിർത്താനുള്ള അവകാശം. അതാണ് എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്. അതവൻ നിർവഹിച്ചേ പറ്റൂ. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന പെണ്ണാണെങ്കിൽ അവൾക്ക് തട്ടമിട്ടേ പറ്റൂ. അത് മതത്തിന്റെ നിയമമാണ്. ലംഘിക്കുന്നവരെ കുറിച്ചുള്ള ചർച്ച വേറെ. മദ്യപിക്കുന്ന മുസ്ലിങ്ങളുണ്ടാകും, നമസ്കരിക്കാത്ത മുസ്ലിങ്ങളുണ്ടാകും, അവർ മുസ്ലിമായി അറിയപ്പെടും, കളവ് നടത്തുന്ന മുസ്ലിങ്ങളുണ്ടാവും. എല്ലാ മതത്തിന്റെയും നിയമങ്ങളെ പാടെ ലംഘിക്കുന്നവരും വെല്ലുവിളിക്കുന്നവരും ആ നിയമം ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറയുന്നവരും ആ മതത്തിന്റെ ആളുകളായി അറിയപ്പെടുന്നുണ്ടാവും. മതത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അവർ സ്വീകരിക്കുന്നുണ്ടാവും. പക്ഷേ അത് പൊതുകാര്യത്തോട് ചേർത്ത് പറയാൻ പറ്റില്ല. ഈ സ്കൂളിൽ തന്നെ കുറേ കുട്ടികൾ മുസ്ലിങ്ങൾ തട്ടമിടാതെ വരുന്നു, പെൺകുട്ടികൾ തട്ടമിടുന്നില്ല. പിന്നെ ഈ കുട്ടിക്ക് എന്ത് ചെയ്യുന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. ഈ കുട്ടി തന്നെ ആദ്യകാലത്ത് തട്ടമിട്ടിട്ടില്ല, ഇപ്പോൾ തട്ടമിടുന്നു എന്ന് പറയുമ്പോൾ ആ തട്ടത്തെക്കുറിച്ച് ആ കുട്ടിക്ക് ഒരു ബോധനം മതപണ്ഡിതന്റെ കയ്യിൽ നിന്ന് എന്താണോ ലഭിക്കുന്നത്? ആ കുട്ടി ആ മതബോധനം അനുസരിച്ചുകൊണ്ടുള്ള ഒരു ധാർമ്മികതയിലേക്ക് ഇന്ന് തിരിച്ചു വരികയാണെങ്കിൽ ആ കുട്ടിക്ക് അതനുസരിക്കാൻ അർഹതയുണ്ട്. അത് ആർട്ടിക്കൽ 25 ഇന്ത്യയിൽ കൊടുക്കുന്ന അവകാശമല്ലേ? 2018 മുസ്താഖിന്റെ ജസ്റ്റിസ് മുസ്താഖിന്റെ ഒരു വിധിയുണ്ട് ഈ നിയമം നടപ്പാക്കാൻ, അഥവാ അവരുടെ സ്ഥാപനത്തിന്റെ റൂൾ അനുസരിച്ചുകൊണ്ട് അവർക്ക് നിയമങ്ങൾ കൊണ്ടുവരാനുള്ള അർഹതയുണ്ട് എന്ന് കൃത്യമായി അദ്ദേഹം വിധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം മറിച്ച് വിധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റൊരു കോടതി വിധിയുണ്ട് ഈ വിഷയത്തിൽ. ഇങ്ങനെ തർക്കം വന്ന സമയത്ത് തട്ടമിടുന്നതിന് നിഷേധിക്കാൻ കഴിയില്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്നും അദ്ദേഹം വിധിച്ചിട്ടുണ്ട്. അതൊരു ചർച്ചാ വിഷയമാണ്. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന മറ്റു നിയമങ്ങളാണ് പരിശോധിക്കേണ്ടത്. ഉദാഹരണമായി, നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പ്രബല ജനവിഭാഗമാണ് ന്യൂനപക്ഷം എന്നതിൽ സിഖുകാർ. സിഖുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ ഏറ്റവും അപകടകാരിയായ സാധനമാണ് ശരിക്കും ആയുധം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ റൂളിൽ ശരിക്കും പറയുന്ന ഭാഗം നോക്കുന്നത് ക്യാരിങ് ദ കൃപാൻ ഈസ് എ ലീഗലി പ്രൊട്ടക്റ്റഡ് റിലീജിയസ് റൈറ്റ്. ലീഗലി പ്രൊട്ടക്റ്റഡ് റിലീജിയസ് റൈറ്റ് എന്നാണ് പറയുന്നത്. നിയമപരമായി അംഗീകരിക്കപ്പെട്ട മതപരമായ അവകാശമാണ് സിഖുകാർക്ക് ആയുധമായ ഈ കൃപാൻ കൊണ്ടു നടക്കാം. 4(6) ഇൻ ഇന്ത്യ അണ്ടർ ആർട്ടിക്കൽ 25 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടനയുടെ 25-ാം വകുപ്പ് അനുസരിച്ചുകൊണ്ട് അവർക്ക് കൊണ്ടു നടക്കാൻ അർഹതയുണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല, നമ്മുടെ മുമ്പിലൊക്കെ നമ്മൾ കാണുന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും സ്ട്രിക്റ്റായ വിഭാഗമാണല്ലോ സൈന്യം, പോലീസ് എന്നൊക്കെ പറയുന്നത്. അവർക്ക് കൃത്യമായ നിയമ നിബന്ധനകളുണ്ട്, പ്രോട്ടോകോളുകളുണ്ട്, കർശനമായ വ്യവസ്ഥകളുണ്ട്. എന്നാൽ നമ്മുടെ പോലീസ് കാര്യത്തിൽ നിങ്ങൾ നോക്കുന്ന ട്രാവൻകൂർ കൊച്ചിൻ പോലീസ് മാനുവൽ പെർമിറ്റ്സ് അവർ പെർമിറ്റ് ചെയ്യുന്ന എന്താ? ബിയേഡ്സ്, താടി വെക്കാം. ഫോർ ദോസ് ഓൺ പിൽഗ്രിമേജ്, ആരെങ്കിലും പിൽഗ്രിമേജിന് പോകുമ്പോൾ, ശബരിമലയ്ക്ക് പോകുമ്പോഴോ അതുപോലുള്ള പ്രധാന സ്ഥാനങ്ങൾ പറയുന്നത് ഓർ ടേക്കിംഗ് വോസ് എന്ന് പറയുന്നുണ്ട്. ആ മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ അവർ എടുക്കുന്ന സമയത്ത് പ്രത്യേകമായി അവർക്ക് അനുമതി വാങ്ങിയിട്ട് താടി വെക്കാം. എന്നിട്ട് പറയുന്നു എ റൂൾ ദാറ്റ് ഇസ് പ്രൊട്ടക്റ്റഡ് അണ്ടർ ദ കേരള പോലീസ് ആക്ട്. ഇത് കേരള പോലീസ് ആക്ടിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരൻ അവന്റെ മതം അനുസരിച്ചുകൊണ്ട് ശബരിമലയ്ക്ക് പോകുമ്പോൾ താടി വെക്കാം. യഥാർത്ഥത്തിൽ അവർക്ക് മൊത്തത്തിൽ അങ്ങനെ താടി വെക്കാൻ അനുമതിയില്ല. അതുപോലെ തന്നെ ഏറ്റവും സ്ട്രിക്റ്റ് ആയ വിഭാഗമാണ് സൈന്യം. നിങ്ങൾ നെറ്റിൽ പരിശോധിച്ച് നോക്കൂ, അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ പരിശോധിച്ച് നോക്കൂ. US സൈന്യം ലോകത്തെ ഏറ്റവും വലിയ സൈന്യമായി അറിയപ്പെടുന്നവരാണ്. US സൈന്യം. അതുപോലെ തന്നെ ഈവൻ ഇന്ത്യയിലെ സൈനിക വിഭാഗത്തിൽ പോലും, നമ്മുടെ ആർമിയിൽ പോലും അലൗഡ് ടു കീപ് ദർ ബിയേഡ്സ് ആസ് ആൻ ആർട്ടിക്കിൾ ഓഫ് ദർ ഫെയ്ത്ത് എന്നാണ്. അവരുടെ മതവിശ്വാസം അനുസരിച്ച് അവർക്ക് അത് കാത്തു സൂക്ഷിക്കാനുള്ള അർഹതയുണ്ട്. അപ്പോൾ സിഖുകാർക്ക് താടി വെക്കാൻ പട്ടാളത്തിൽ തലപ്പാവ് ധരിക്കാം. ശരിക്കും സൈന്യത്തിന്റെ ഒരു വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അവരുടെ യൂണിഫോം എന്ന് പറയുന്നത് സ്കൂളിൽ യൂണിഫോം അല്ല, യൂണിഫോം പോലെയല്ല. സ്കൂളിൽ യൂണിഫോമിന്റെ ഒരു കർശന കാര്യം അല്ലെങ്കിൽ അതിന്റെ ഒരു കൃത്യനിഷ്ഠ എത്രത്തോളം ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ എത്രയോ വ്യവസ്ഥാപിതമാണ് സൈന്യത്തിന്റെ യൂണിഫോം, അച്ചടക്കം. ആ സൈന്യത്തിൽ പ്രത്യേകമായി താടി വെക്കുവാനും അതിലുപരി തലപ്പാവ് കിട്ടുവാനും ഒരു വിഭാഗത്തിന് അർഹത കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അത് ലീഗലി പ്രൊട്ടക്റ്റഡ് ആണ്. അതിന് കാരണം അവരുടെ മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമാണത് എന്നതുകൊണ്ടാണ്. ഒരു സിഖുകാരൻ തലപ്പാവ് വെക്കുന്നത് പോലെ, ശബരിമലയ്ക്ക് പോകുന്ന പോലീസുകാരൻ താടി വെക്കുന്നത് പോലെ, ഒരു മുസ്ലിം പെൺകുട്ടി എപ്പോഴും അവിടെ തല അന്യരിൽ നിന്ന് മറച്ചിരിക്കണം എന്നത് ഇസ്ലാമിക വ്യവസ്ഥയാണ്. ലംഘിക്കുന്നവരുണ്ടാവാം. ശബരിമലയ്ക്ക് പോകാത്ത മുസ്ലിങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ തലപ്പാവ് വെക്കാത്ത സിഖുകാർ ഉണ്ടാകുമല്ലോ. അപ്പോൾ തട്ടമിട്ട അധ്യാപിക എന്തുകൊണ്ട് തട്ടമിടുന്നു? അവരുടെ മതം കന്യാസ്ത്രീകൾ അങ്ങനെ വേഷം ധരിക്കണമെന്ന് പറയുന്നു. ഇനി അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെൺകുട്ടി ഉയർന്ന് പഠിച്ച് PGയോ അല്ലെങ്കിൽ അതുപോലെ ഉയർന്ന ബിരുദമോ എടുക്കാൻ കോൺടാക്ട് ക്ലാസ്സിൽ പോയിരിക്കട്ടെ, ആ സ്ഥാപനത്തിൽ കർശനമായ നിയമം ഉണ്ടെന്നിരിക്കട്ടെ, ആ നിയമം അനുസരിച്ചുകൊണ്ട് അവൾ അവിടെ തട്ടം മാറ്റി വെക്കുമോ, പർദ്ദ പോലുള്ള അവിടെ വേഷം മാറ്റി വെക്കുമോ? അങ്ങനെ നിർദ്ദേശിച്ചാൽ അവർക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ വ്യവസ്ഥാപിതമായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിനും അങ്ങനെ നിയമം ഉണ്ടാക്കാൻ കഴിയില്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് വിദ്യാഭ്യാസ ചിന്തകന്മാർ പറയുന്നത്. അതുകൊണ്ടാണല്ലോ DD അന്വേഷിച്ച് അവർ ചെയ്ത് തെറ്റാണ്, കുട്ടിയെ പുറത്താക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പക്ഷേ ആ പിതാവും കുട്ടിയും കാണിച്ചൊരു മാന്യതയുണ്ട്. ആ പിതാവിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം പറഞ്ഞു, മനസ്സ് എന്നെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകരുത്, എന്നെ കൊണ്ട് ഇവിടെ ഒരു വർഗീയ ചെയ്തിട്ട് ഉണ്ടാവരുത്, അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടിയെ അവിടെ മാറ്റുകയാണ്. അപ്പോൾ പൗരാവകാശം അല്ലെങ്കിൽ മതാവകാശം എന്നതിന്റെ പേരിൽ ഒരു അതെ, വളരെ ക്ലിയർ ആയിട്ടാണ് അദ്ദേഹം നമ്മുടെ അറിവിലേക്കായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, എല്ലാവരുടെയും അറിവിലേക്കാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു വിഷയത്തെ വെറുതെ കുത്തി ചീണ്ടി വ്രണമാക്കി മാറ്റാണ്ട് ആരംഭത്തിലേ തന്നെ അതിനെ വിട്ടുകളഞ്ഞേക്കുക. പിന്നീടെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ആ ഒരു കുട്ടിയുടെ, ആ ഒരു 13-കാരിയുടെ ഉപ്പയോടും ഉമ്മയോടുമാണ് പറയാനുള്ളത്. നമ്മുടെ മക്കൾക്കായാലും നമുക്കായാലും നമ്മൾ കയറി ചെല്ലുന്നിടത്ത് നമ്മുടെ അടുത്ത് മുഖം കറുപ്പിച്ച് വെക്കുന്നിടത്തേക്ക് നമ്മൾ പോവാതിരിക്കുക. ഓക്കെ, ഇന്നത്തെ കാലത്ത് ഈ ലോകത്ത് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഒരു സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമ്മളുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ അവിടെ നിഷേധിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ തുടരാനായിട്ട് നിൽക്കണ്ട. മറിച്ച് നമ്മൾക്ക് കൂടുതൽ കെയർ കിട്ടുന്ന, നമ്മുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിക്കുന്ന തരത്തിലുള്ള സ്ഥലം എവിടെയാണ് എന്ന് വെച്ചാൽ അത് കണ്ടെത്തി അങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ ഈ തർക്കങ്ങളും പ്രശ്നങ്ങളും വഴക്കുകളും
ഒക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആ ഒരു പാരൻസ് എടുത്തത് വളരെ നല്ലൊരു തീരുമാനമാണ്, മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുന്നു എന്നുള്ള തീരുമാനം. അതുമാത്രമല്ല, കുറച്ച് അധികം സഹോദരങ്ങൾ കൂടി ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവരും കുറേ പേര് തീരുമാനം എടുത്തിട്ടുള്ളതായിട്ട് ഇപ്പോൾ പല ന്യൂസുകളിലും കണ്ടു. ഞങ്ങളുടെ മക്കളെയും ഞങ്ങൾ ആ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റുന്നു എന്നുള്ളത് വളരെ നല്ല തീരുമാനം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ മക്കൾക്കും ഇതുപോലെ തലയിൽ തട്ടമൊക്കെ ഇട്ട് പോകാനായിട്ട് സ്വാതന്ത്ര്യം കിട്ടുമെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ. വഴക്കുകളും കുത്തിത്തിരിപ്പുകളും വിദ്വേഷങ്ങളും ഒക്കെ ഉണ്ടാകാതെ നല്ല ഒരു പുലരിക്കായിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.